ഹായ് എവരി വൺ, വെൽക്കം ടു ആംസെറ്റ് അക്കാഡമി അറബി ക്ലാസ്. ആംസെറ്റ് അക്കാഡമിയിലെ ആദ്യത്തെ അറബി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ പലരും ഒരുപക്ഷെ മദ്രസകളിലൊക്കെ തന്നെയും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെയും അറബിക്സിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചവരായിരിക്കും. ചിലരൊക്കെ പല സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ഏതെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെയും ജോലിയൊക്കെ ചെയ്ത് വന്ന ആളുകളുണ്ടാവും. അറബിക്ക് ഒരുപാട് കുറച്ചൊക്കെ തന്നെയും കേട്ടറിവും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ടാവും. വേറെ കുറെ ആളുകൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും അറിയാത്ത ആളുകളുണ്ടാവും. ഏതായിരുന്നാലും നമുക്ക് ഒന്നും അറിയാത്തവരായിട്ട് നമുക്ക് തുടങ്ങാം. ഒരു പ്രശ്നവുമില്ല. നമുക്ക് തുടക്കം മുതൽ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമുക്ക് ഒരു സംസാരത്തിൽ എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് മനസ്സിലാക്കിക്കാം, അല്ലെങ്കിൽ എങ്ങനെ പറയാം, സംസാരിക്കാം, എങ്ങനെ കേൾക്കാം എന്നുള്ളതൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പം നമ്മൾ അറബി ക്ലാസ് നമ്മൾ തുടങ്ങിയാണ്. ആർ യു റെഡി? എല്ലാം റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ഒരു നോട്ട്ബുക്കും പേനയും മസ്റ്റാണ്. അതാത് ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ഒരു കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് അത് നമ്മൾ മനഃപ്പാടമാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മനഃപ്പാടമാക്കിയിട്ട് വെക്കണം. ചില ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് കാര്യങ്ങളൊക്കെ പറയുന്നത് അത് കറക്റ്റായിട്ട് നിങ്ങൾ മനഃപ്പാടമാക്കി വെച്ചാൽ ഇനി വരുന്ന ക്ലാസ്സുകളിൽ, തുടർന്നുള്ള ക്ലാസ്സുകളിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും, അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ടുള്ള വാക്കുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ നിങ്ങളിലേക്ക് പഠിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നേരത്തെ ഒന്നാമത്തെ ക്ലാസ്സിലോ രണ്ടാമത്തെ ക്ലാസ്സിലോ ഒക്കെ ഉള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബൈഹാർട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 3ലും 4ലൊക്കെ തന്നെ ആ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. രണ്ടാമതായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ ഒരു അറബിക്ക് സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ശൈലി, ചില പ്രൊണൗൺസിയേഷൻ, അത് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലൊക്കെ തന്നെ എഴുതി തരുന്ന അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് നമുക്ക് കിട്ടത്തില്ല. ചില പരിമിതികളുണ്ട്. അപ്പോൾ നിങ്ങൾ ആ സംഗതി നിങ്ങൾക്ക് എങ്ങനെയാണോ എഴുതാൻ കഴിയുക അത് നിങ്ങൾ ആ അർത്ഥത്തിൽ എഴുതുക. അതോടൊപ്പം തന്നെ നിങ്ങൾ അതിൻ്റെ വോയിസും കൂടെ നമ്മുടെ സംസാരത്തിൽ വരുന്ന എങ്ങനെയാണ് ആ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ വരുന്നത് എന്നും കൂടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ഈസി ആയിട്ട് മനസ്സിലാവും. ക്ലാസ്സിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മൾ ആദ്യം തന്നെ ഈ അറബി ക്ലാസ്സൊക്കെ തന്നെ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ട വലിയൊരു സംഗതി ഞാൻ പറഞ്ഞുതരാം. ഇതിനോണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതൊരു നിങ്ങളുടെ കരിയറിൽ ചെറിയൊരു സംഭവമേ അല്ല. ഞാനൊരു 10-22 വർഷത്തോളമായിട്ട് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കസ്റ്റമർ റിലേറ്റഡ് ആയിട്ടുള്ള കസ്റ്റമർ സർവീസോ അല്ലെങ്കിൽ നമ്മൾ സെയിൽസ്മാനോ ഇതൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് കസ്റ്റമർ റിലേറ്റഡ് ആയിട്ട് പല ഇഷ്യൂസുകളും ഉണ്ടാവും. ഈ ഇഷ്യൂസുകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു ലാംഗ്വേജ് നിങ്ങൾക്കൊരു ലാംഗ്വേജ് പെർഫെക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ അതൊരു അറബിക് ലാംഗ്വേജ് ആണെങ്കിൽ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന കസ്റ്റമർ ഒരു അറബിക് കസ്റ്റമർ ആണെങ്കിൽ ഉണ്ടല്ലോ, ഒരു പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പരിഹരിക്കാനൊക്കെ ഉണ്ടല്ലോ വളരെ ഈസി ആയിട്ട് നടക്കും. ഒരു ചെറിയൊരു കാര്യം മാത്രം ഞാൻ പറഞ്ഞുതരാം. ഈ കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവം. ഞാൻ നമ്മുടെ മാർക്കറ്റിൽ നിൽക്കുന്ന സമയത്ത് നമ്മളൊരു ക്യാഷ് സൂപ്പർവൈസർ ഉണ്ട്. അവിടെ ഒരു പ്രശ്നം, പ്രൈസ് ഇഷ്യൂ, ഷെൽഫ് ടാഗുമായിട്ട് ബന്ധപ്പെട്ട് പ്രൈസ് ഇഷ്യൂ. നമ്മുടെ സൂപ്പർവൈസർ കുറേ സംസാരിച്ചു, ഒന്നും ക്ലിയർ ആവുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ ഒന്ന് സംസാരിക്കാൻ ക്ലിയർ ആയി കൊടുക്കണം എന്നാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും വന്ന് സംസാരിച്ചുള്ളൂ. വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അറബിയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ തിരിച്ച് ആ ഷെൽഫ് ഒന്നും കൂടി ആ പ്രൈസ് ഒന്ന് റീകൺഫേം ചെയ്യാൻ വേണ്ടി തിരിഞ്ഞു പോകുന്ന സമയത്ത് ആ കസ്റ്റമർ, അത്ര നേരം അവൻ പറഞ്ഞിട്ട് മെരുങ്ങാത്ത ഒരു കസ്റ്റമർ, അവരെന്നോട് പറയുന്നതാണ് മാലിഷ് താബ്നാൻ എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളിൽ ബുദ്ധിമുട്ടൽ അല്ലെങ്കിൽ നിങ്ങളെ പ്രയാസപ്പെടുത്തിയതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എന്ന് ആ കസ്റ്റമർ ഇങ്ങോട്ട് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് സോറി പറഞ്ഞിട്ട്, അല്ലെ എൻ്റെ സൂപ്പർവൈസർ സോറി പറഞ്ഞിട്ട് ക്ലിയർ ആക്കാൻ പറ്റാത്തൊരു പ്രശ്നം 1-2 വാക്കുകൊണ്ട് അവർ നമ്മളോട് സോറി പറയുന്ന ഒരു തലത്തിലേക്ക് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഏത് മേഖലയാണ്, നിങ്ങൾ കസ്റ്റമർ സർവീസിലായിരിക്കട്ടെ, അല്ലെങ്കിൽ സെയിൽസ്മാൻ ആയിക്കോട്ടെ, നിങ്ങൾ സൂപ്പർവൈസർ ആയിക്കോട്ടെ, ഈ ഒരു കഴിവ് ഈ നമ്മൾ ആർജിച്ചെടുക്കുന്ന ഈ ഒരു ലാംഗ്വേജ് സ്കില്ല് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ ഈ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാൻ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മളൊരു തുടക്കം എന്ന് പറയുന്നത്, ഞാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അറബിയിൽ എന്താണെന്നറിയാം? കുറേ ആളുകളൊക്കെ ഈ മദ്രസയിലൊക്കെ തന്നെ പഠിച്ച ആളുകൾക്കൊക്കെ തന്നെ അറിയുന്നതായിരിക്കും, അറിയാത്ത ആളുകളുണ്ടാവും. അപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അറബിയിൽ അന എന്ന് പറഞ്ഞാൽ ഞാൻ, അന എന്ന് പറഞ്ഞാൽ ഞാൻ. ഓക്കെ, എന്താണ് അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം. ഓക്കെ, അൻത എന്ന് പറഞ്ഞാൽ എനിക്ക് മുമ്പിൽ നിങ്ങളാണ്. അൻത എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നീ, അൻത. ഇനി അതൊരു സ്ത്രീ ആണെങ്കിൽ,
ശ്രദ്ധിക്കണം, നമ്മളെ മറ്റ് ലാംഗ്വേജുകളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് നമ്മൾ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഒക്കെ തന്നെ അറബിയിൽ ചെറിയൊരു മാറ്റങ്ങളുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് അൻത എന്ന് പറയുന്നത് ആണ് ആണെങ്കിൽ മാത്രമാണ് അൻത എന്ന് നമ്മൾ അഭിസംബോധന ചെയ്യുക. അതൊരു സ്ത്രീയാണ് നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക? അൻതി. എന്താണ് പറയുക? അൻതി. ഓക്കെ. അപ്പം എന്താണ്? അന എന്ന് പറഞ്ഞാൽ ഞാൻ, അൻത എന്ന് പറഞ്ഞാൽ നീ, അൻതി എന്ന് പറഞ്ഞാൽ അതൊരു സ്ത്രീ ആണെങ്കിൽ അൻതി എന്ന് പറയും. ഓക്കെ. ഇനി ഞങ്ങളും നിങ്ങളും അല്ലേ? ഞങ്ങളൊരു കൂട്ടം ആളുകളുണ്ട്, നിങ്ങൾ ഒരു കൂട്ടം ആളുകളുണ്ട്. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ എന്താണ് പറയുന്നത് അറിയോ? എഹ്ന എന്ന് പറഞ്ഞാൽ നേരത്തെ സിംഗിൾ ആയപ്പം പറഞ്ഞെന്നാ അന. ഒരു കൂട്ടായ ഞങ്ങൾ 2-3 ആൾക്കാരുണ്ടെങ്കിൽ എന്താ പറയുക? എഹ്ന. എഹ്ന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. ഓക്കെ. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നെ പറയാനുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ തന്നെ കറക്റ്റ് മനസ്സിലാക്കി വെക്കണം. ഓക്കെ. എഹ്ന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, അൻതും. അൻതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ. ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ അൻതും എന്നാണ് നമ്മൾ അവരെ അഭിസംബോധന ചെയ്യുക. ഓക്കെ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്താ അറിയോ? നമ്മൾ പറയാറുണ്ട് എന്ത്? അവൻ അല്ലെങ്കിൽ അവൾ അല്ലേ? അവൻ എന്ന് പറഞ്ഞാൽ ഹുവ. ഹുവ. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ. അതൊരു സ്ത്രീ ആണെങ്കിലോ? ഹിയ. ഹിയ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ. ഹുവ എന്ന് പറഞ്ഞാൽ അതൊരു ആണ്. ഒരാണാണെങ്കിൽ അയാളെ പറ്റി നമ്മൾ പറയാം ഹുവ. ഹുവ റജാൽ. ഹുവ റജാൽ ത്വയ്യിബ്. അവനൊരു നല്ല മനുഷ്യനാണ്. ഹിയ. ഹിയ ത്വയ്യിബ. ഹിയ ത്വയ്യിബ. അത് ത്വയ്യിബ് എന്നുള്ളത് ചെറിയ മാറ്റങ്ങൾ സ്ത്രീകളുടെ കാര്യത്തിലേക്ക് പറയുമ്പോൾ മാറും എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ മാറ്റങ്ങൾ അത് കുറച്ച് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്താ പറഞ്ഞത്? ഒരു ആണാണെങ്കിൽ ഹുവ എന്നും അതൊരു സ്ത്രീ ആണെങ്കിൽ ഹിയ എന്നുമാണ് നമ്മൾ പരിചയപ്പെടുത്തുക. ഓക്കെ. ഇനി നമ്മൾ ഗൾഫിലോട്ട് പോവുകയാണ് അല്ലേ? നമ്മൾ ഗൾഫിലോട്ട് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇല്ലേ? കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഏതായിരുന്നാലും നമ്മൾ ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ എന്നോണം തന്നെ ബേസിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ, നിങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താ അറിയാമോ? നമ്മൾ ഒരു യാത്ര ചെയ്യാൻ ഒരുങ്ങുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഗൾഫിലോട്ട് പോകണം എന്നുള്ള ഒരു സ്വപ്നം നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മൾ എന്താണ് ആലോചിക്കുക? എന്താ നമുക്ക് വേണ്ടി? ആദ്യം തന്നെ നമ്മൾ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യും അല്ലേ? ഈ പാസ്പോർട്ടിന് എന്താ പറയുക? ജവാസ് എന്ന് പറഞ്ഞാൽ, ജവാസ് എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട്. ജവാസ്. ഓക്കെ. അതേപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് എന്താ? വിസ അല്ലേ? വിസക്ക് ഒരുവിധ അറബ് രാജ്യങ്ങളിലൊക്കെ തന്നെ വിസ എന്ന് തന്നെയാണ് പറയാം. തഅ്ഷീറ. ശരിയായ വാക്ക് തഅ്ഷീറ എന്ന് പറഞ്ഞാൽ വിസ. ഓക്കെ. നമ്മൾ വിസ എന്ന് പറഞ്ഞാലും പാസ്പോർട്ട് എന്ന് പറഞ്ഞാലും ഒക്കെ തന്നെയും ആളുകൾക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്യും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ വന്നിരുന്നത് അല്ലേ? അപ്പോൾ ജവാസ് എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട്, അതുപോലെ തന്നെ വിസ അല്ലെങ്കിൽ തഅ്ഷീറ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിസ. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ട എന്താ? നമ്മൾ പാസ്പോർട്ടും വിസയൊക്കെ എടുത്തു. ഇനി എന്താ അടുത്ത പരിപാടി? പോകണ്ടേ? ഓക്കെ. അപ്പോൾ പോകുന്നതിന് നമ്മൾ സാധാരണ എല്ലാവരും ഗൾഫിലോട്ട് പോകുന്നു ഫ്ലൈറ്റിലാണ്. അപ്പോൾ നമുക്ക് എയർപോർട്ടിലോട്ട് പോകണം അല്ലേ? എയർപോർട്ടിന് എന്താ പറയുക? മത്താർ എന്ന് പറഞ്ഞാൽ, മത്താർ എന്ന് പറഞ്ഞാൽ എയർപോർട്ട്. മത്താർ എന്ന് പറഞ്ഞാൽ എയർപോർട്ട്. ഓക്കെ. തയ്യാറ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലൈറ്റ്. തയ്യാറ എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ്. ഓക്കെ. മത്താർ എന്ന് പറഞ്ഞാൽ എയർപോർട്ട്, തയ്യാറ എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ്. ഓക്കെ. അതേപോലെ തന്നെ എന്തെടുക്കണം? ടിക്കറ്റ് വേണ്ടേ? ടിക്കറ്റിന് എന്താ പറയാ അറിയോ? ടിക്കറ്റിന് പറയുന്നത് തദ്കറ. തദ്കറ എന്ന് പറഞ്ഞാൽ ടിക്കറ്റ്. ഓക്കെ. അപ്പൊ എന്തൊക്കെ പഠിച്ചു? നമ്മളെ ജവാസ് എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട്, വിസ അല്ലെങ്കിൽ തഅ്ഷീറ എന്ന് പറഞ്ഞാൽ വിസ, തദ്കറ എന്ന് പറഞ്ഞാൽ ടിക്കറ്റ്, മത്താർ എന്ന് പറഞ്ഞാൽ എയർപോർട്ട്, തയ്യാറ എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് അല്ലേ? അപ്പോൾ ഇവ കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശമൊക്കെ പഠിച്ചു. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോയി അവിടെ വന്ന് ഒരു വണ്ടിയിലൊക്കെ കയറണം. കാറ് അല്ലേ? നമ്മളെ പിക്ക് ചെയ്യാൻ വന്നത് കാറാണ്. എന്താ അതൊന്ന് മനസ്സിലാക്കണ്ടേ? ഓക്കെ. സയ്യാറ. നേരത്തെ പഠിച്ച ഫ്ലൈറ്റിന് തയ്യാറ എന്നാണെങ്കിൽ സയ്യാറ എന്ന് പറഞ്ഞാൽ അത് ഒരു വാഹനത്തിന് സാധാരണ പറയുന്നത് സയ്യാറ എന്നാണ്. ഫ്ലൈറ്റിന് തയ്യാറ എന്ന് പറയുമ്പോൾ വാഹനത്തിന് പറയുന്നത് സയ്യാറ. ഓക്കെ. ഇത് നമ്മളെ ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഗൾഫിലോട്ട് പോകുമ്പോൾ കാണുന്ന സംഗതികളൊക്കെ തന്നെയാട്ടെ ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്തും നമ്മുടെ മറ്റുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ടൊക്കെ എങ്ങനെ സംസാരിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ വരും ക്ലാസ്സിലൊക്കെ നമ്മൾ ക്ലിയർ ആക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? നേരെ നമ്മൾ റൂമിലോട്ട് പോവുകയാണ് ഇല്ലേ?
ആളുകൾ ഇപ്പോൾ നമ്മളെത്തി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന സ്ഥലം. അതേപോലെ റൂമിന് പറയൽ ഓർഫ. ഓർഫ എന്ന് പറഞ്ഞാൽ റൂമാണ്. പക്ഷെ നമ്മളോട് വൈൻ സെക്കൻഡ് എന്നാണ് ചോദിക്കുക. ഒരു കാര്യം മനസ്സിലാക്കി നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്, വൈൻ എന്ന് പറഞ്ഞാൽ എവിടെ. വൈനക് എന്ന് ചോദിച്ചാൽ നീ എവിടെ. വൈൻ നമുക്ക് ഒരുപാട് സംഗതികൾ പറയേണ്ട ഈ ഒരു സാധനമാണ് വൈൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞുതരാൻ ബാക്കിയുള്ളത്. വൈൻ സെക്കൻഡ് എന്ന് ചോദിച്ചാൽ നിന്റെ താമസം എവിടെയാണെന്നാ. അപ്പം എന്താണ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വീട്. ഓക്കെ, നമ്മൾ താമസിക്കുന്ന റൂമിന് പറയുന്നത് എന്താ പറയുക, ഓർഫ. റൂമിന് പറയുന്നതാണ് ഓർഫ. ഓക്കെ, അപ്പോൾ നമ്മൾ വാഹനത്തിൽ കയറിയിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ നല്ല വിശപ്പുണ്ട്, തലവേദന ആണെന്നുണ്ടെങ്കിൽ ഒരു ചായ കുടിക്കണം. നമ്മൾ റെസ്റ്റോറൻറ്റ് മുമ്പിൽ നിർത്തി. റെസ്റ്റോറൻറ്റ് എന്താ പറയാ, നമ്മൾ നേരത്തെ മത്താർ എന്ന് പറഞ്ഞു. എയർപോർട്ടിന് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു വീടാണ് മത്താം. മത്താം എന്ന് പറഞ്ഞാൽ ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്. ഓക്കെ, മത്താം. ഈ ഫുഡിന് പറയൽ എങ്ങനെയാണോ, ത്വാം എന്ന് പറഞ്ഞാൽ ഫുഡിന് കോമൺലി പറയുന്ന പേരാണ് ത്വാം എന്ന് പറയും. മൊത്തത്തിലുള്ള ഫുഡ് എന്നുള്ള അർത്ഥത്തിൽ പറയുന്ന പേരാണ് ത്വാം എന്ന് പറഞ്ഞാൽ ഫുഡ്. ആ ഒരു വാക്കിൽ നിന്നാണ് മത്താം എന്ന് പറയുന്ന ഹോട്ടൽ എന്നുള്ള അല്ലെ റെസ്റ്റോറൻറ്റ് എന്നുള്ള അർത്ഥമുള്ള ഇത് വന്നിട്ടുള്ളത്. അപ്പം എന്താ പറഞ്ഞത്, മത്താം. നമ്മളെല്ലാ ഹോട്ടലിൻ്റെയും മുമ്പിൽ നമുക്ക് കാണാം മത്താം എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി നല്ല തലവേനൊക്കെ നമ്മളൊരു ഫാർമസിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഫാർമസിക്ക് എന്താ പറയുക, നമ്മളിപ്പം പോയി താമസിക്കുമ്പോൾ ഇന്ന് വന്ന് രാത്രി നമ്മൾ താമസ സ്ഥലത്തൊക്കെ നിന്നു, പിറ്റേന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ മുമ്പിലൊരു ഹോട്ടലുണ്ട്, പിന്നെ ഒരു ഫാർമസി ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പം ഫാർമസിക്ക് പറയുന്ന പേരാണ് സെയ്തലിയ. എന്താ പറയുക, സെയ്തലിയ എന്ന് പറഞ്ഞാൽ ഫാർമസി. നമ്മുടെ മുമ്പിൽ ലോണ്ടറി ഉണ്ട്, ലോണ്ടറിക്ക് എന്താണ് പറയുക, മസ്ബഗ. എന്താണ് മസ്ബഗ എന്ന് പറഞ്ഞാൽ ലോണ്ടറി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു, മത്താം എന്ന് പറഞ്ഞാൽ ഹോട്ടലാണ്, മസ്ബഗ എന്ന് പറഞ്ഞാൽ ലാൻഡ്രിയാണ്, പിന്നെ സെയ്തലിയ എന്ന് പറഞ്ഞാൽ ഫാർമസിയാണ്, മുടിവെട്ടണം അല്ലേ, എന്താണ് പറയുക, ബാർബർ ഷോപ്പിന് എന്താ പറയുന്നല്ലോ, ഹല്ലാക്ക്. ഹല്ലാക്ക് എന്ന് പറഞ്ഞാൽ ബാർബർ ഷോപ്പ്. ഓക്കെ, ഇനി നമ്മൾ പിറ്റേ ദിവസം നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഗ്രോസറി ഷോപ്പ്, അത് പറയാൻ മറന്ന കേസാണ്. ഗ്രോസറിക്ക് പറയൽ ബക്കാല. നമ്മളെപ്പോഴും ഇവിടെ വന്നാൽ ആദ്യത്തെ ദിവസമോ രണ്ടാമത്തെ ദിവസമൊക്കെ തന്നെ വെള്ളം കുടിക്കാൻ ഇതിനൊക്കെ കയറുന്ന സ്ഥലമായിരിക്കും ഹോട്ടലും ഇതൊക്കെ തന്നെ. ഗ്രോസറിക്ക് പറയൽ ബക്കാല എന്നാണ് പറയുക. ഗ്രോസറിക്ക് എന്താ പറയുക, ബക്കാല. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഒരു അറബിനെ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ ഈ അറബികളൊക്കെ തന്നെ ആദ്യം പരിചയമുള്ള ആളാണെങ്കിലും അല്ലെങ്കിലൊക്കെ തന്നെയും അവർ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാം, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എന്താണെന്നറിയാം, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ രക്ഷയും സമാധാനവും താങ്കളിൽ ഉണ്ടാവട്ടെ. ഇതാണ് അസ്സലാമു അലൈക്കും എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഒരു അഭിസംബോധന രീതിയാണ് അറബികൾക്കിടയിലും ഒക്കെ തന്നെ നമ്മുടെ നാട്ടിലുണ്ട് കാണുന്ന, കോമൺലി ചെയ്യുന്ന ഒരു അഭിസംബോധന രീതിയാണ് അസ്സലാമു അലൈക്കും. ഇതാണ് സാധാരണ ആളുകൾ പറയുക. പിന്നെ അറബികളുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അവർ പൊതുവെ ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വല്ലപ്പോഴും കാണുന്ന ആളുകളൊക്കെ ആയിരിക്കും. അവർ സുഖ വിവരങ്ങൾ അന്വേഷിക്കുന്നതിൽ വളരെ ചില ക്യാരക്ടറുകളുണ്ടല്ലോ. ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ ഒരു 10-22 വർഷം ആയല്ലോ ഈ ഒരു ഇതിൽ. നമ്മൾക്കൊക്കെ പഠിച്ചെടുക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, നമ്മളൊരാളെ കണ്ട് എന്തെങ്കിലും പ്രശ്നം നമ്മളിങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കും, കൊല്ലങ്ങളോളം കൊണ്ടു നടക്കും. അങ്ങനത്തെ രീതി അറബികൾക്കില്ല. അവർ പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിലും നാളെയും വന്ന് അവർ ലോകം പറയും, വിവരങ്ങൾ അന്വേഷിക്കും. ഈ അറബികളും സംസാരിക്കുന്നത് കേൾക്കാൻ വലിയ രസമാണ്. അവരോട് സുഖമാണെന്ന് ചോദിക്കും, നിങ്ങൾ ഉപ്പാക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും, കുട്ടികൾക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും, ജോലി എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും. ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടേ നിൽക്കും. ഒരു 5 മിനിറ്റൊക്കെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടേ നിൽക്കും. അതേപോലെ തന്നെ മറ്റൊരു സംഗതിയാണ്, നിങ്ങൾ കാണുമ്പോൾ ഇതെന്താണ് എന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങളും പറയുന്നത്. അറബികൾ സാധാരണ കാണുന്ന സമയത്ത് സുഹൃത്തുക്കളാണെങ്കിൽ അവർ ഈ മജ്ലിസ് എന്നും ദിവാനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. എന്താ സംഭവം വെച്ചാൽ വൈകുന്നേരങ്ങളും രാത്രിയിലൊക്കെ തന്നെ വീടിനോട് ചേർന്നിട്ടുള്ള ഔട്ട് ഹൗസും അല്ലെങ്കിൽ വീടും സൈഡിലൊക്കെ തന്നെ ഈ മജ്ലിസുകളുണ്ടാവും. അവിടെ അവർ ഈ ഒരു ചായയും അതേപോലെ തന്നെ ഗാവയും ഒക്കെ കഴിക്കുകയും അതേപോലെ തന്നെ സുഹൃത്തുക്കളൊക്കെ അവിടെ സന്ദർശനം നടത്തും, കുടുംബക്കാരെ സന്ദർശനം നടത്തും. ഈ സന്ദർശനത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തൊക്കെ വെച്ച് അവർ തമ്മിൽ കാണുന്ന സമയത്ത് അവർ ഈ പറഞ്ഞ സലാം പറയുകയും ഈ പറഞ്ഞ ലോക വിവരങ്ങളൊക്കെ അന്വേഷിക്കുകയും അതേപോലെ തന്നെ അവരുടെ കവിളുകൾ 2 കവിളുകളും ചേർത്ത് വെച്ചിട്ട് 2 പേര് മുത്തം കൊടുക്കും. ആ അത് കൊടുക്കുന്ന സാധാരണ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അതിൽ 2-3 രീതിയുണ്ട്. ഞാൻ ഇതിൻ്റെ സാന്ദർഭികമായിട്ട് പറയാമെന്ന് മാത്രം. 2-3 രീതി എന്ന് പറയുന്നത്, ഇപ്പം പ്രായത്തിൽ കൂടുതൽ ഉള്ള ആളുകൾ, പ്രായം ചെന്ന ആൾ, വല്യുപ്പമാർ, അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ അവർ ഒന്നെങ്കിൽ അവരുടെ മൂക്കിന് മുത്തും അല്ലെങ്കിൽ തലയ്ക്ക് മുത്തും. ചെറിയ പേരക്കുട്ടികളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വയസ്സിന് കുറഞ്ഞ ആളുകളാണെങ്കിൽ അങ്ങനെ ഒരു അവരുടെ
പിന്നെ പോയിട്ട് അവരോടുള്ള ബഹുമാനം കാണാൻ സാധിക്കും. അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളും നമ്മൾ പരിഹരിക്കാൻ നമ്മൾ അർബാബ്മാരുടെ അടുത്തൊക്കെ പോവുകയാണെങ്കിൽ, പ്രായം ചെന്ന ആളാണെങ്കിൽ നമുക്കൊരു കാര്യം അവതരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അവർ പോയിട്ട് പ്രായം ചെന്ന ആളാണെങ്കിൽ മൂക്കിന് മുത്തും, എന്നതിന് ശേഷമാണ് നമ്മൾ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ആ ഒരു ഇത് ചെയ്യുന്നതോടുകൂടി തന്നെ എന്താണ്, ആളുടെ മനസ്സ് കുറേ അങ്ങ് അലിഞ്ഞിട്ടുണ്ടാവും, വലിയൊരു ദേഷ്യപ്പെട്ട് നിൽക്കുന്നൊക്കെ ആണെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് നാളെ നിങ്ങളിത് കാണുമ്പോൾ ഇതിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞാണ്. ഓക്കെ, എനിവേ നമ്മൾ ക്ലാസ്സിലോട്ട് വരാം. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത്, നമ്മൾ ലോകം പറയുന്ന സമയത്ത് നമ്മളോട് ചോദിക്കുക ഷ്ലോനക്, കൈഫ് ഹാലക്, ഷഖ്വാറക്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുക. ഇതൊക്കെ നമ്മൾ സുഖവിവരങ്ങളാണ് ചോദിക്കുക. ഈ പല നാട്ടിലും പല രൂപത്തിലാണ്. ഈ GCC കൺട്രിയിൽ തന്നെയും ഇപ്പോൾ സൗദിയിൽ സംസാരിക്കുന്ന രൂപത്തിലായിരിക്കില്ല, പിന്നെ UAE വരുമ്പം അതായിരിക്കില്ല, ഖത്തറിലോട്ട് വരുമ്പം ഏറെക്കുറെ. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ലാങ് നിങ്ങൾ പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഈജിപ്തിലേക്ക് പോകുമ്പം, അതല്ലെങ്കിൽ സിറിയ ആണെങ്കിലും, അതല്ലെങ്കിൽ ഫലസ്തീന്, ഇതേപോലുള്ള ആളുകളൊക്കെ തന്നെ ഈ അറബി നമ്മുടെ ഈ GCC കൺട്രിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് വ്യത്യസ്ത ശൈലിയാണ്, ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള. പക്ഷേ അറബികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏത് സ്ലാങ് സംസാരിച്ചോളി അത് അവർക്ക് മനസ്സിലാവും. നിങ്ങൾ ദുബായിൽ നിന്ന് പഠിച്ചു കുവൈത്തിൽ പോയി സംസാരിച്ചാലും, കുവൈത്തിൽ നിന്ന് പഠിച്ചിട്ട് അതേ സ്ലാങ് ദുബായിൽ വന്ന് സംസാരിച്ചാലും അറബികളെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ബേജാറാണ്ടേയില്ല. ഏതെങ്കിലും ഒരു സ്ലാങ് നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പറയാവുന്നതാണ്, അതൊരു പ്രശ്നമില്ല. അറബികൾക്ക് നിങ്ങൾ ഈജിപ്ഷ്യൻ സ്ലാങ് സംസാരിച്ചാലും ഏത് സംസാരിച്ചാലും അവർക്കത് മനസ്സിലാവും. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ബേജാറും പേടിക്കേണ്ടതില്ല. അപ്പോൾ വന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഷ്ലോനക്, സുഖാണോ? കൈഫ് ഹാലക്, ഹാൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്ന്. കൈഫ് ഹാലക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഏറ്റവും സിമ്പിളായിട്ട് കൊടുക്കുന്ന മറുപടി എന്താ പറയുക? എല്ലാവരും ഒരു ശൈലി അൽഹംദുലില്ലാ, ദൈവത്തിന് സ്തുതി. എല്ലാവരും കൊടുക്കുന്ന ആദ്യം, അത് കൂടുതലായിട്ടും നമുക്ക് പറയാൻ അറിയില്ലെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയും. പിന്നെ ചില കുട്ടികൾക്ക് എന്താണ് സുഖമാണോ, അല്ല വാപ്പാക്ക് സുഖമാണോ, ഷ്ലോൻ വാലിദ്, ഷ്ലോൻ ഔലാദ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ അവർ ചെയ്യും. അതൊന്നും തൽക്കാലം നമ്മൾ എന്ത് ചെയ്യേണ്ട, അതിനെക്കുറിച്ച് കൂടുതലായിട്ട്. പക്ഷെ ഇങ്ങനെ നമുക്കൊരു ചോദ്യം ചോദിക്കുകയാണ്, ഷ്ലോൻ കൈഫ് ഹാലക് എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വരുന്ന സമയത്ത് വന്നാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഓക്കെ, അത് നിങ്ങൾ ദൈവത്തിന് സ്തുതിച്ചുകൊണ്ട് ഞാൻ അൽഹംദുലില്ലാ, ഞാൻ സംതൃപ്തനാണ് എന്ന് പറയണം. ഓക്കെ, അപ്പം പിന്നെ നിങ്ങളോട് ചെയ്യാം വൈൻ സെക്കൻഡ്, നിങ്ങൾ എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത് എന്ന് ചോദിച്ചാൽ വൈൻ സെക്കൻഡ്, നേരത്തെ നമ്മൾ സെക്കൻഡ് എന്നുള്ളത് പറഞ്ഞു, വൈൻ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ താമസ സ്ഥലം എവിടെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്, ഞാൻ ആ ഹോട്ടലിൻ്റെ മുമ്പിലാണ് താമസിക്കുന്നത്. എങ്ങനെ പറയാം? ഇൻ ഫ്രണ്ട് ഓഫ് ദി റെസ്റ്റോറൻറ്റ് എങ്ങനെ പറയാം? ഒരു കാര്യം കൂടി നോട്ട് ചെയ്യണം, ഗിദ്ദാം. ഗിദ്ദാം അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് വറ. ഗിദ്ദാം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സൈഡ്, വറ എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡ്. ഗിദ്ദാം മതാം, സെക്കൻഡ് ഗിദ്ദാം മതാം എന്ന് പറഞ്ഞാൽ ഹോട്ടലിൻ്റെ മുമ്പിലാണ് എൻ്റെ താമസം. സെക്കൻഡ് ഗിദ്ദാം മതാം. വറൽ മതാം എന്ന് പറഞ്ഞാൽ ഹോട്ടലിൻ്റെ ബാക്കിലാണ്. ഈ പറഞ്ഞ മതാം എന്നുള്ളത് നിങ്ങൾക്ക് ലാൻഡ്രി ആക്കാം, ബക്കാലയാക്കാം, ഫാർമസി ആക്കാം. അപ്പോൾ നമ്മൾ പിന്നെ ഫാർമസിക്ക് മുമ്പിൽ നിന്ന് എങ്ങനെ പറയാം? ഗിദ്ദാം സിദലിയ. പള്ളിയുടെ മുമ്പിലാണ് ഗിദ്ദാം മസ്ജിദ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെറിയ ചെറിയ വാക്കുകൾ അത് വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.